So good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓഡിയിൽ ഈ സെക്ഷനാണ്, പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന സെക്ഷനാണ്. സോ ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണ്. ഈ ഫോമിൽ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്ത ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദിസ് ഫോം, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ നമ്മൾ കണ്ട റിസൾട്ട്സിലെല്ലാം ഏകദേശം എക്സിനുള്ള ഫൈനൈറ്റ് വാല്യൂസ്, അതായത് എക്സ് 0 എടുക്കുമ്പം അല്ലെങ്കിൽ എക്സ് 1 ആകുമ്പം അങ്ങനത്തെ കേസുകളൊക്കെയാണ് നമ്മൾ ശരിക്കും, അല്ലെങ്കിൽ എക്സ് ഫൈനൈറ്റ് വാല്യൂസ് എടുക്കുന്ന കേസാണ് നമ്മൾ ശരിക്കും അതിൻ്റെ സൊല്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് അതിപ്പോൾ ഒരു ഓർഡിനറി പോയിന്റ് ആയാലും അല്ലെങ്കിൽ ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആയാലും ഒക്കെ നമ്മൾ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്ത് ആ ഫൈനൈറ്റ് വാല്യൂസിലായിരുന്നു. ഇനി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പല ഫിസിക്കൽ സിസ്റ്റത്തിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നേക്കാം, അതായത് ഇങ്ങനത്തെ ഡിസ്കഷൻ്റെ ആവശ്യം വന്നേക്കാം. അപ്പം ആ ഒരു മോട്ടിവേഷനോടെ നമ്മൾ ഇത് ശരിക്കും ഈ ഒരു സെക്ഷനിലേക്ക് പോകുന്നത് ശരിക്കും. ഓക്കെ, അപ്പം എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒരു നമ്മളെ ഇതിൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിന്റോ ഓർഡിനറി പോയിന്റോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ. പക്ഷേ ഇതെങ്ങനെയാണ് ഈ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇതിൻ്റെ ഓർഡിനറി പോയിന്റ് അല്ലെങ്കിൽ റെഗുലർ സിംഗുലർ പോയിന്റ് ഒക്കെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കണം. ഹൗ വി ക്യാൻ, അതും നമുക്ക് അറിയണം, എന്നാലും നമുക്കിത് ഫർദർ സൊല്യൂഷനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റീനെ പറ്റി ആ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതായത് ടു സ്റ്റഡി ദ സൊല്യൂഷൻസ് നിയർ ദ പോയിന്റ് at infinity, what we try to do is, നമ്മളൊരു എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി പഠിക്കുന്നതിന് പകരം ടി വിച്ച് ഇസ് ഡിഫൈൻഡ് അറ്റ് 1/x, ഓക്കെ, ആൻഡ് ടി ഈക്വൽ ടു 0ൽ ഈ ഒരു സ്റ്റഡി നടത്താൻ നോക്കും. അപ്പോൾ രണ്ടും ഈക്വലൻ്റ് ആണ് അല്ലേ. when x tends to infinity, t tends to 0, isn't it? അപ്പം എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലെ സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ടി ഈക്വൽ ടു 1/x. എന്നിട്ട് നമുക്ക് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇതിൻ്റെ ടേംസിൽ മാറ്റിയെടുക്കും. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ മാറ്റുകയാണ്. എക്സ് ആയിരുന്നു ആദ്യം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പുതിയ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ടി ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ പഠിക്കുന്നതിന് പകരം ടി ഈക്വൽ ടു 0ൽ ആ സെയിം സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പുതിയ വൈ ഡാഷ് വരിക? വൈ ഡാഷ് ശരിക്കും എന്താ? dy/dx ആണ് അല്ലേ. അപ്പോൾ dy/dx എങ്ങനെ എഴുതാം? dy/dt ഇൻറ്റു dt/dx എന്ന് എഴുതാം. ആൻഡ് dt/dx എന്താ? ഇത് dy/dt ആണ്. dt/dx എന്താ വരിക? അതായത് ടി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ല, ടി ഈക്വൽ ടു 1/x ആണ്, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ടി. അപ്പം ഇതിനെ നമുക്ക് എഴുതാം, ടി ഓഫ് എക്സ് ആണ് എഴുതാം അല്ലേ. അപ്പം dt/dx എന്ത് വരും? ഇത് ഡിഫറൻഷ്യറ്റ് എന്ത് വരും? -1/x² എന്ന് വരും. അതായത് y" എന്ന് പറഞ്ഞാൽ ശരിക്കും -1/x² dy/dt ആണ്. പക്ഷെ 1/x പറഞ്ഞാൽ ടി ആയതിനെ കൊണ്ട് നമുക്ക് 1/x² എന്താവും? t² ആവും. അപ്പോൾ -1/x² എന്താവും? -t² ആവും. അപ്പോൾ ഇത് -t² dy/dt എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ y" എന്താ വരിക? y" എന്നാൽ d/dx ഓഫ് dy/dx ആണല്ലോ അല്ലേ, d²y/dx². അതിനെ അതുപോലെ ഞാൻ d/dt dy/dx dt/dx എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഓൾറെഡി dy/dx കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പം d/dt ഓഫ് -t² dy/dt ഇൻറ്റു dt/dx എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്താവും? ഇത് ഡിഫറൻഷ്യറ്റ് എന്ത് വരും? -t² ഇൻറ്റു d²y/dx²
അല്ലെ പ്രൊഡക്റ്റ് റൂട്ട് ഓഫ് ഡിഫറൻസിയേഷൻ ഇത്രയേ ഉള്ളൂ പ്ലസ് dy ബൈ ഡി ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ടി സ്ക്വയർ പറയുമ്പോൾ മൈനസ് 2t ഇത് ഇൻറ്റു എന്താ വരുന്നത് ഡി ടി ബൈ ഡി എക്സ് എന്തായിരുന്നു മൈനസ് ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് മൈനസ് 1/x². പക്ഷേ മൈനസ് 1/x² എന്താ മൈനസ് ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻറ്റു മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ കിട്ടിയ സംഭവങ്ങളെല്ലാം ഇഫ് യു വിൽ ട്രൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഇതിപ്പോൾ എന്താ കിട്ടുക മൈനസ് ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ടി സ്ക്വയർ പറയുമ്പോൾ ടി റേസ് ടു 4 ആവും അല്ലേ. ടി റേസ് ടു 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് 2t³ ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. ശരിയല്ലേ? സോറി, ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ല, ഡി ടി സ്ക്വയർ ആണ് അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി ടി. അപ്പം ഡി സ്ക്വയർ ബൈ ഡി എക്സ് ഡി ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതുപോലെ ഇവിടെയും അതുപോലെ എക്സ് അല്ല ടി ആണ്. ഓക്കെ, സോ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കൂടി നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ എന്താ കിട്ടുക? ടി റേസ് ടു 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2t³ ഡി വൈ ബൈ ഡി ടി. പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ പി ഓഫ് 1/t, കാരണം വി ഹവ് ടേക്കൺ t ടു ബി 1/x, സോ എക്സ് ഇസ് 1/t. സോ പി ഓഫ് 1/t ഇൻറ്റു വൈ പ്രൈം. വൈ പ്രൈം എന്താ കിട്ടി? മൈനസ് ടി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി. മൈനസ് ടി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി. സോറി, ഇവിടെയും ടി ആണ്, എക്സ് അല്ല. ഓക്കെ, സോറി. അപ്പം ഇവിടെ എന്താ കിട്ടുക? അപ്പം മൈനസ് ടി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1/t. അപ്പം ക്യൂ ഓഫ് 1/t വൈ റൈറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ത്രൂ ഔട്ട് ഞാൻ ടി റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2/t ഡി വൈ ബൈ ഡി ടി. ഈ ഡി വൈ ബൈ ഡി ടി ടേംസ് ഒരുമിച്ച് ചെയ്താൽ നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു ഡി വൈ ബൈ ഡി ടി ടേം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈനസ് 1/t സ്ക്വയർ ഇങ്ങനെയല്ല വരുന്നല്ലേ. അപ്പം ഇതിലിപ്പം മൈനസ് 1/t സ്ക്വയർ പി ഓഫ് 1/t ഡി വൈ ബൈ ഡി ടി എന്ന് വരും. ശരിയല്ലേ? മൈനസ് പി ഓഫ് ടി 1 ഡി വൈ ബൈ ഡി ടി. പിന്നെന്താ വരുന്നത്? പ്ലസ് ക്യൂ ഓഫ് 1/t ബൈ ടി റേസ് ടു 4 വൈ ഈക്വൾ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2/t മൈനസ് പി ഓഫ് 1/t ബൈ ടി സ്ക്വയർ ഹോൾ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ക്യൂ ഓഫ് 1/t ബൈ ടി റേസ് ടു 4 വൈ ഈക്വൾ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യം എക്സ് ഈക്വൾ ടു ഇൻഫിനിറ്റിയിലെ ഡിസ്കഷൻ ആയിരുന്നു. അതായത് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് ഈക്വൾ ടു ഇൻഫിനിറ്റി എന്ന പോയിന്റ് ഒരു ഓർഡിനറി പോയിന്റ് ആണോ, അല്ലെങ്കിൽ ഒരു റെഗുലർ സിംഗുലർ പോയിന്റോ അല്ലെങ്കിൽ ഇറഗുലർ സിംഗുലർ പോയിന്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ പറയാൻ പറ്റുകയെന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചു. അതായത് എക്സ് ഈക്വൾ ടു ഇൻഫിനിറ്റി ഡിസ്കഷന് പകരം നമ്മൾ ടി ഈക്വൾ ടു 1/s എടുത്തിട്ട് ടി ഈക്വൾ ടു 0 ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ് ഈക്വൾ ടു ഇൻഫിനിറ്റിയിൽ ഡിസ്കഷൻ വരും. അതായത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണല്ലോ ടി ടെൻസ് ടു 0 ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും എല്ലാം കണ്ടുപിടിച്ചു. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കൊരു ട്രാൻസ്ഫോംഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി അല്ലേ. ഒരു ട്രാൻസ്ഫോംഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച്
എന്താ പറയുക സൊല്യൂഷൻസ് പറയാൻ പറ്റും. അതായത് ഇപ്പം ടി ഈക്വൽ ടു 0 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സപ്പോസ് ഓർഡിനറി പോയിന്റ് ആണോ അല്ലെങ്കിൽ ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ പഠിച്ച ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 4/x y ഡാഷ് പ്ലസ് 2/x സ്ക്വയർ y ഈക്വൽ ടു 0 എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ ടി ഈക്വൽ ടു 1/x ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ അതായത് എക്സ് എന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറ്റി ടി എന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആക്കാൻ പോവാണ്. അങ്ങനെ ആകുമ്പം എന്താണ് വരുന്നത്, ശരിക്കും ഈ രീതിയിലായി മാറും. അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതുകയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് കേട്ടോ. ഈ വൈ ഡബിൾ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. പ്ലസ് 2/t മൈനസ് പി ഓഫ് 1/t. പി ഓഫ് 1/t എന്ന് പറയുമ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്താ, ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4/x ആണ്. പി ഓഫ് 1/t എന്ന് പറഞ്ഞാൽ 4/1/t, അതായത് എന്താ വരിക, അതെ 4t എന്ന് വരും അല്ലേ, 4t എന്ന് വരും. 4t/t സ്ക്വയർ, 4t/t സ്ക്വയർ ഇൻറ്റു വൈ പ്രൈം പ്ലസ് ക്യൂ ഓഫ് 1/t. ക്യൂ ഓഫ് 1/t ഇവിടെ എന്താ, ക്യൂ എന്താ 2/x സ്ക്വയർ ആണ് ക്യൂ. അപ്പം ക്യൂ ഓഫ് 1/t എന്താവും, ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2/x സ്ക്വയർ ആണ്. അപ്പോൾ ക്യൂ ഓഫ് 1/t എന്ന് പറയുമ്പം 2/1/t ഹോൾ സ്ക്വയർ, അതായത് 2t സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇതെന്താവും, 2t സ്ക്വയർ ബൈ ഇവിടെ എന്താ വരുന്നത്, ക്യൂ ഓഫ് 1/t ബൈ ടി പവർ 4, ക്യൂ ടി സ്ക്വയർ ബൈ ടി പവർ 4 വൈ ഈക്വൽ ടു 0 ആവും. അപ്പോൾ നമ്മൾ പുതിയ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതായത് നമുക്ക് അറിയേണ്ടത് ശരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റീനെ ഉള്ള പോയിന്റിനെ പറ്റിയാണ് അറിയേണ്ടത്. അത് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എബൌട്ട് വരുന്ന സൊല്യൂഷൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തു, നമുക്ക് പുതിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇത് വേണമെന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക, വൈ ഡബിൾ ഡാഷ് പ്ലസ് ഈ ടേം സിംപ്ലിഫൈ എന്താ കിട്ടുക, ടി 2t മൈനസ് 4t/t സ്ക്വയർ എന്ന് വരും. അതായത് മൈനസ് 2t/t സ്ക്വയർ, അതായത് മൈനസ് 2/t എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, മൈനസ് 2/t വൈ പ്രൈം പ്ലസ് ക്യൂ ഓഫ് 1/t/t പവർ 4. അതായത് ഇതിപ്പം ജസ്റ്റ് നമ്മൾ എന്താ ടി സ്ക്വയർ കട്ടായി പോകും. അപ്പം 2/t സ്ക്വയർ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു വൃത്തിയുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് അല്ലേ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അല്ലേ? ടി ഈക്വൽ ടു 0 നമ്മളെ ഇതിനെ നിങ്ങൾ ഒരു നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പി ഓഫ് ടീൻ്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് ടി ഈക്വൽ ടു 0. ടി 0 ആകുമ്പം അല്ലെങ്കിൽ ക്യൂ ഓഫ് ടീന് പി ഓഫ് ടീന് ഒരു സിംഗുലർ പോയിന്റ് ആണ് ടി ഈക്വൽ ടു 0. അത് റെഗുലർ സിംഗുലർ പോയിന്റ് കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു അന്ന് നമ്മൾ എക്സ് ആണ് ഉപയോഗിച്ച വേരിയബിൾ. അപ്പോൾ ഈ കേസിൽ പറയുമ്പോൾ ടി ഇൻറ്റു പി ഓഫ് ടിയും ടി സ്ക്വയർ, ശരിക്കും ടി എന്നല്ല പറയേണ്ടത്, ടി മൈനസ് 0 എന്ന് പറയണം. ഓക്കെ, 0 റെഗുലർ സിംഗിൾ പോയിന്റ് ആണെങ്കിൽ ടി മൈനസ് 0 ഇൻറ്റു പി ഓഫ് ടിയും ടി മൈനസ് 0 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടിയും രണ്ടും അനലിറ്റിക് ആവണം. അപ്പോൾ ഇവിടെ ടി മൈനസ് 0 ഇൻറ്റു പി ഓഫ് ടി പറഞ്ഞാൽ -2 എന്നും കിട്ടും, ടി മൈനസ് 0 സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി പറഞ്ഞാൽ 2 എന്നും കിട്ടും. ഇത് രണ്ടും കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആണ്, അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എന്താ പറയാൻ പറ്റുക, ടി ഈക്വൽ ടു 0 ഈസ് ആക്ച്വലി എ, therefore ടി ഈക്വൽ ടു 0 ഈസ് എ regular singular point, regular singular point of this equation, okay, of A. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കൂടി ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ചില കേസിലൊക്കെ. അപ്പം അവിടെ നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ, ഇപ്പോൾ റെഗുലർ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇൻഡിക്കൽ ഇക്വേഷൻ പറയാൻ പറ്റും. നമ്മൾ ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പം അത് m × m-1 മൈനസ് പ്ലസ് m × p0 പ്ലസ് q0 = 0 ആയിരിക്കും. ഓക്കെ, ഇൻഡിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? അപ്പോൾ ഇൻഡിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം ഈ p0 q0 വേറെ ഒന്നുമില്ല, നമ്മളെ എന്താ പറയുക, x × p(x), അല്ലെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ t × p(t) എന്ന് പറയണം. ശരിക്കും നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. x × p(x) അനലിറ്റിക് ആകുമ്പോൾ അതിനൊരു ഹവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും, pn x⁻n എന്ന് പറഞ്ഞിട്ട്, സമ്മേഷൻ n = 0 to infinity. അതിലുള്ള ഫസ്റ്റ് ടേം p0 ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ x² × q(x) ഉള്ള ആ സമ്മേഷൻ qn x⁻n വരുന്ന ഫസ്റ്റ് ടേം q0 ആണ് ഇവിടെ കോൺസ്റ്റന്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പക്ഷേ ഇവിടെ നമ്മളെ വേരിയബിൾ x അല്ല, t ആണ്. അപ്പം t × p(t) അനലിറ്റിക് ആണ്, നമ്മൾ കണ്ടു അല്ലേ? t × p(t) അനലിറ്റിക് ആണ് ഇവിടെ. ആൻഡ് അതിൽ സീരീസ് എക്സ്പാൻഷൻ എന്താ വരിക? ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ സീരീസ് ഇത് തന്നെ ഉള്ളൂ, -2 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതേപോലെ 2 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ p0 എന്ന് പറഞ്ഞാൽ -2 ഉം q0 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിക്കൽ ഇക്വേഷൻ എന്ത് കിട്ടും? m × m-1 മൈനസ് 2m പ്ലസ് 2 = 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും, 1 ഉം 2 ഉം. അത് എക്സ്പോണൻസ് അല്ലേ? വി കോൾ ദം ആസ് ദ exponents actually of the regular singular point, isn't it? അപ്പം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് എക്സ്പോണൻസ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക വെച്ചാൽ t = 0 ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ് വിത്ത് എക്സ്പോണൻസ് എന്താ വരും? 1 and 2. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഇംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ t = 0 റെഗുലർ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ t = 1/x, അതാണ് നമ്മൾ ഉപയോഗിച്ച ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ x ∞ ഈസ് ആക്ച്വലി എന്താണ് കിട്ടുക? x ∞ വിൽ ബി എ റെഗുലർ സിംഗുലർ പോയിന്റ് വിത്ത് exponents as 1 and 2, with exponents 1 and 2. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു x ∞ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുക നമുക്ക്. ഓക്കെ, സോ ആ ട്രാൻസ്ഫോർമേഷൻ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ അത് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ഒന്ന് നോക്കാം. അപ്പം എന്തായാലും നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ x × 1 - x y double prime plus c minus a plus b plus 1 times x into y prime minus aby is equal to 0 അല്ലേ? minus aby is equal to 0 എന്നാണ്. അപ്പം ഇതിൽ നമുക്ക് അറിയേണ്ടത് സെയിം ആണ്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് അന്ന് നമുക്ക് എന്താ കിട്ടിയത്? ശരിക്കും നമുക്ക് കിട്ടിയതായിരുന്നു x = 0 ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. വി നോ ദിസ്, റൈറ്റ്? വി നോ ദാറ്റ് x = 0 is a regular singular point with exponents. എന്തൊക്കെയായിരുന്നു നമുക്ക് അന്ന് ഇക്വേഷൻ്റെ റൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 0 ഉം 1 - c. അതുപോലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് മാത്രമല്ല. x = 0 x = 1 ഉണ്ടായിരുന്നു. x = 1 ഉം അതുപോലെ റെഗുലർ സിംഗുലർ പോയിന്റ് ആയിരുന്നു വിത്ത് എക്സ്പോണൻസ് 0 and c minus a minus b. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ c minus a minus b എങ്ങനെയാണ് കിട്ടിയത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞില്ല. നമ്മൾ ആ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പം നമുക്കൊരു സൊല്യൂഷൻ, അതായത് x = 1ൻ്റെ കേസിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് c1
നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 177 നോക്കുകയാണെങ്കിൽ അത് കിട്ടും. a plus b minus c plus 1, 1 minus x plus c2 1 minus x power c minus a minus b into f of c minus b, c minus a, c minus a minus b plus 1, 1 by x എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് ഈക്വൽ ടു 1ൻ്റെ കേസിൽ നമ്മൾ എടുത്ത് എഴുതിയ സൊല്യൂഷൻ ആയിരുന്നു ഇത് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ സെക്കൻഡ്, അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. y ഈസ് ഈക്വൽ ടു എന്താ പറയുക, എക്സ് പവർ 0 ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ 1 to infinity an x raised to n എന്നൊരു സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, y ഈസ് ഈക്വൽ ടു എക്സ് റേസ്ഡ് ടു 1 മൈനസ് സി ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ 0 to infinity an x raised to n അല്ല. എന്നിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് കിട്ടിയ എന്താ പറയുക, രണ്ട് എക്സ്പോൺസ് പറഞ്ഞാൽ 0 1 മൈനസ് സി ആയിരുന്നു നമ്മളവിടെ ഇൻറ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ അതേ സംഭവം നമ്മൾ എക്സ് ഈക്വൽ ടു 1 നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന രണ്ട് എക്സ്പോണൻസ് പറഞ്ഞാൽ ശരിക്കും 0യും സി മൈനസ് എ മൈനസ് ബി ആണ്. ഓക്കെ, പക്ഷേ അത് ഇൻഡയറക്റ്റ്ലി നമ്മൾ ഈ രീതിയിൽ എടുത്ത് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ പവറായിട്ട് കിട്ടിയിട്ടുണ്ട്. സി മൈനസ് എ മൈനസ് ബി 1 മൈനസ് എക്സിൻ്റെ പവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഇത് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ കേസിൽ നമുക്ക് സപ്പോസ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റീൻ്റെ നേച്ചർ അറിയണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ആ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ, ഇതിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച, അതായത് ടി ഈക്വൽ ടു 1/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് കാണുക, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം y പ്രൈം എന്ന് പറഞ്ഞാൽ ശരിക്കും മൈനസ് ടി സ്ക്വയർ dy/dt ആയിരുന്നു. അതൊന്ന് എഴുതാം. y പ്രൈം എന്ന് പറഞ്ഞാൽ മൈനസ് ടി സ്ക്വയർ dy/dt ആണ്. അതുപോലെ y ഡബിൾ പ്രൈം എന്താ കിട്ടിയത്, y ഡബിൾ പ്രൈം അതായത് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 4 ഡി സ്ക്വയർ y/dt സ്ക്വയർ പ്ലസ് 2t³ dy/dt. ഓക്കെ, ടി റേസ് ടു 4 ഡി സ്ക്വയർ y/dt സ്ക്വയർ പ്ലസ് 2t² dy/dt. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും 1/t ആണ്. അപ്പോൾ 1/t ഇൻറ്റു 1 മൈനസ് എക്സ് 1 മൈനസ് 1/t വൈ ഡബിൾ ഡാഷ് ടി റേസ് ടു 4 റൈറ്റ് വൈ ഡബിൾ ഡാഷ്. ഓക്കെ, പ്ലസ് 2t³ y dash plus c minus a plus b plus 1 into 1/t into y prime minus t square y dash minus aby equal to 0 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. നമുക്ക് നോക്കാം. സോ 1/t into t minus 1/t into t power 4 y prime plus 1/t into 1 minus t minus 1/t times 2t³ y prime minus c t square y prime plus a plus b plus 1 times 1/t into t square y prime minus aby equal to 0 എന്ന് കിട്ടും അല്ലേ. മൈനസ് aby ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് എന്താ വരിക, ഇപ്പോൾ ടി സ്ക്വയർ ഇവിടെ ക്യാൻസൽ ആവും. ഈ ടേമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ടി സ്ക്വയർ ഇൻറ്റു
ടി മൈനസ് വൺ ആണല്ലേ, ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ വൈ ഡബിൾ പ്രൈം പ്ലസ് ടി cancels here and we get 2t into ടി മൈനസ് വൺ, ശരിയല്ലേ? ടി സ്ക്വയറും ടി ക്യൂബും ക്യാൻസൽ ആകുമ്പോൾ അവിടെ 2t വരും, 2t ഇൻറ്റു വൈ പ്രൈം മൈനസ് സി ടി സ്ക്വയർ വൈ പ്രൈം പ്ലസ് ഇവിടെ ടി ക്യാൻസൽ ആകും, അപ്പം എ പ്ലസ് ബി പ്ലസ് വൺ ടൈംസ് ടി വൈ പ്രൈം മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി വൈ പ്രൈമിൻ്റെ ടേംസ് ഒന്ന് ക്ലബ് ചെയ്താൽ എന്താ കിട്ടുക? അതായത് നമുക്കിവിടെ 2t ഇൻറ്റു ടി മൈനസ് വൺ മൈനസ് സി ടി സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി പ്ലസ് വൺ ടൈംസ് ടി ടൈംസ് വൈ പ്രൈം മൈനസ് എ ബി വൈ ഈക്വൽ ടു 0. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ വൈ ഡബിൾ പ്രൈം. ഇനി ഞാൻ മൊത്തം ഡിവൈഡ് ബൈ ദിസ് ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ, അപ്പം വൈ പ്രൈം പ്ലസ് 2t ഇൻറ്റു ടി മൈനസ് വൺ ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ മൈനസ് സി ടി സ്ക്വയർ ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ പ്ലസ് എ പ്ലസ് ബി പ്ലസ് വൺ ഇൻറ്റു ടി ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ ഹോൾ തിങ് ഇൻറ്റു വൈ പ്രൈം മൈനസ് എ ബി ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ വൈ ഈക്വൽ ടു 0. അങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ കുറച്ച് ടേംസ് ക്യാൻസൽ ആകും, അതായത് ഇപ്പം ഇത് വൈ ഡബിൾ പ്രൈം പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് വൺ എല്ലാം ക്യാൻസൽ ആകും. അപ്പം 2 ബൈ ടി എന്ന് കിട്ടും അല്ലേ, 2 ബൈ ടി മൈനസ് സി ബൈ ടി മൈനസ് വൺ, ഇവിടെ പ്ലസ് എ പ്ലസ് ബി പ്ലസ് വൺ ബൈ ടി ഇൻറ്റു ടി മൈനസ് വൺ വൈ പ്രൈം മൈനസ് എ ബി ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ വൈ ഈക്വൽ ടു 0. ഇതൊന്നുകൂടി ഒന്ന് ക്ലബ് ചെയ്ത് എഴുതി നോക്കാം. സോ ദിസ് ബിക്കംസ് 2 ഇൻറ്റു ടി മൈനസ് വൺ മൈനസ് സി ടി പ്ലസ് എ പ്ലസ് ബി പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി മൈനസ് വൺ വൈ പ്രൈം മൈനസ് എ ബി ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് വൺ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ഇനിയും ഒന്ന് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പം എന്താക്കി എഴുതാം നമുക്ക്, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. അതിപ്പം 2t സി ടി ഉണ്ട്, ഞാൻ അതിനെ 2 മൈനസ് സി ഇൻറ്റു ടി എന്ന് എഴുതുന്നു, മൈനസ് 2 ഉണ്ട്, ഇവിടെ പ്ലസ് 1 ഉണ്ട്. ഓക്കെ, അപ്പം മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 1 ആയി മാറും. മൈനസ് 1 പ്ലസ് എ പ്ലസ് ബി ബൈ ടി ഇൻറ്റു ടി മൈനസ് വൺ വൈ പ്രൈം. ഇതിനെ ഞാൻ പ്ലസ് എ ബി ബൈ ടി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി എന്നാക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ മൈനസ് 1 മുകളിൽ താഴെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇത് ടി മൈനസ് വൺ മൈനസ് 1 ബൈ ടി ആവും, സോറി 1 മൈനസ് ടി ആവും. ഓക്കെ, അത് ചേഞ്ച് ഒന്നും വരില്ല. അതേപോലെ ഇവിടെ ഞാൻ ടോപ്പ് ആൻഡ് ബോട്ടം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായി മാറും, വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് എ മൈനസ് ബി മൈനസ് 2 മൈനസ് സി ഇൻറ്റു ടി ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി, the whole thing into y prime plus ab by t square into 1 minus ty equal to 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫോമുല. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ട്രാൻസ്ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോം സം y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ്, സോറി പി ഓഫ് എക്സ് അല്ല, പി ഓഫ് ടി ഇൻറ്റു വൈ പ്രൈം പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു 0, ആ ഫോമുലായി. ഇനി നമുക്ക് ഇതിൻ്റെ സിംഗുലർ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, ഓർഡിനറി പോയിന്റ്സ്, സിംഗുലർ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എടുത്തു, അതിൻ്റെ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എന്ന പോയിന്റ് ബേസിക്കലി എന്താണ് അതിൻ്റെ എന്താ പറയുക എബൌട്ട് സൊല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിന് പകരം ഇപ്പോൾ ചെയ്തത് എക്സ് ഈക്വൽ ടു 1/t എടുത്തിട്ട് നമ്മൾ ടി ഈക്വൽ ടു 0 ഡിസ്കഷൻ നോക്കുകയാണ്. ഓക്കെ, സോ
ഈ ഒരു ഇതൊന്ന് നമുക്ക് ഓക്കെ. സോ ദിസ് ഇസ് അവർ ഓക്കെ. സോ ഹിയർ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ് ബേസിക്കലി എന്ത് ടി ഈക്വൽ ടു 0 ആണോ? ആണ്. കാരണം ടി മൈനസ് 0 ഇൻറ്റു നമ്മളെ പി ഓഫ് ടി, ഇവിടുത്തെ പി ഓഫ് ടി എന്താ 1 മൈനസ് എ മൈനസ് ബി മൈനസ് 2 മൈനസ് സി ടി ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി. ഇതെന്താവും? ടി ടി ക്യാൻസൽ ആവും. 1 മൈനസ് എ മൈനസ് ബി മൈനസ് 2 മൈനസ് സി ഇൻറ്റു ടി ബൈ 1 മൈനസ് ടി എന്ന് വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് at t equal to 0. at t equal to 0 this function is analytic. അതായത് നിങ്ങളൊരു ഇൻ്റർവൽ എടുക്കുക, mod t ലെസ് ദാൻ 1 എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1 മൈനസ് എ മൈനസ് ബി ബൈ 1 മൈനസ് ടി മൈനസ് 2 മൈനസ് സി ഇൻറ്റു ടി ബൈ 1 മൈനസ് ടി അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ നമ്മളിപ്പോൾ നോക്കുന്ന ഇത്രയേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്താണ്, അപ്പോൾ റെഗുലർ സിംഗുലർ പോയിന്റ് ആണോ? അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 0 റെഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 0 റെഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന് പറയാം. അതുപോലെ അതിൻ്റെ എക്സ്പോണൻസ് എന്താ അത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. അതാണ് നമ്മളെ വർക്ക് ഇപ്പം. അപ്പോൾ ആ വർക്ക് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞത് നമുക്കറിയാം, അതിൻ്റെ ഇൻഡിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പം എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് പി ഇൻറ്റു എം പി നോട്ട് ഇൻറ്റു എം പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അത് പി നോട്ടും ക്യൂ നോട്ടും വേറെ ഒന്നല്ല, ഈ ടി ഇൻറ്റു പി ഓഫ് ടീൻ്റെ ആ പവർ സീരീസ് എക്സ്പാൻഷനിൽ വരുന്ന കോൺസ്റ്റൻറ്റ് ടേമും ക്യൂ നോട്ട് എന്ന് പറയുന്നത് ടി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടീൻ്റെ പവർ സീരീസ് എക്സ്പാൻഷനിൽ വരുന്ന ടേമുമാണ്. ഓക്കെ, ആക്ച്വലി അത് ടി മൈനസ് 0 എന്ന് പറയണം. ടി മൈനസ് 0 ഇൻറ്റു പി ഓഫ് ടീൻ്റെ പവർ സീരീസ് എക്സ്പാൻഷനിൽ വരുന്ന കോൺസ്റ്റൻറ്റ് ടേമാണ് പി നോട്ടും. അതുപോലെ ടി മൈനസ് 0 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ്റെ കോൺസ്റ്റൻറ്റ് ടേമാണ് ശരിക്കും ക്യൂ നോട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ഇതിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ 1 മൈനസ് എ മൈനസ് ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു 1 ബൈ 1 മൈനസ് ടി. 1 ബൈ 1 മൈനസ് ടി എന്താണ്? 1 പ്ലസ് ടി സ്ക്വയർ അങ്ങനെ പോകുന്നൊരു സീരീസാണ്. അത് നിങ്ങൾക്കറിയാം മോഡ് ടി ലെസ് ദാൻ 1 ആണെങ്കിൽ അല്ലേ? അതുപോലെ മൈനസ് ഇവിടെ അതുപോലെ 2 മൈനസ് ടി കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ടി എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ടി എന്താ വരിക? വീണ്ടും 1 പ്ലസ് ടി സ്ക്വയർ അങ്ങനെ പോകുന്ന സീരീസാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സീരീസ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഈ ഒരു സീരീസിൻ്റെ മൊത്തം സീരീസിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ ആകെ ഈ ടേം മാത്രമേ വരുള്ളൂ, 1 മൈനസ് എ മൈനസ് ബി ഇൻറ്റു 1 മാത്രമേ വരുള്ളൂ. ബാക്കി എല്ലാ ടേംസിലും ടീൻ്റെ പവേഴ്സോ മോർ ദാൻ 1 പവേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടുന്ന് നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി. ഇവിടുത്തെ പി നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇതാണ് നമ്മൾ സീരീസ് വരിക നിങ്ങളിതിനും എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ. അപ്പം ഇവിടെ ശരിക്കും കോൺസ്റ്റൻറ്റ് ടേം പി നോട്ട് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ മൈനസ് ബി ആണ്. ഓക്കെ, അതേ രീതിയിൽ നമുക്കിപ്പം ക്യൂ നോട്ട് എന്താണെന്ന് കിട്ടണം. എന്താണ് ക്യൂ നോട്ട് വരിക? ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ടേമാണ് അല്ലേ? ക്യൂ ഓഫ് ടി എന്ന ഈ ഒരു ടേമാണ്. അപ്പം ടി മൈനസ് 0 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈസിലി വി ക്യാൻ സീ ഇസ് 1 മൈനസ് ടി, എ ബി ബൈ 1 മൈനസ് ടി അല്ലേ? ടി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ചെയ്യുമ്പോൾ എ ബി ബൈ 1 മൈനസ് ടി കിട്ടും. അപ്പം എ ബി ബൈ 1 മൈനസ് ടി കിട്ടും. അപ്പം ഇവിടുന്ന് എന്താ ക്ലിയർ അല്ലേ? കാരണം മോഡ് ടി ലെസ് ദാൻ 1 1 ബൈ 1 മൈനസ് ടി എന്താ സീരീസ്? നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് അങ്ങനെ പോകുന്നൊരു സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്താ? എ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞ ടേം. ബാക്കി എല്ലാത്തിനും ടീൻ്റെ പവേഴ്സ് വരുമല്ലോ. അപ്പം എ ബി ആണ് നമ്മളെ ക്യൂ നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി നോട്ടും ക്യൂ നോട്ടും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ ഏതാലോ? ഇൻഡിക്കൽ ഇക്വേഷൻ എന്താ പറയുക? എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് പി നോട്ട് 1 മൈനസ് എ മൈനസ് ബി ഇൻറ്റു എം പ്ലസ് എ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും.
അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മളെ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷന് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഇത് എന്താ റൂട്ട്സ് കിട്ടുക, അതായത് എക്സ്പോണൻസ് എന്താ വരിക, എം സ്ക്വയർ മൈനസ് എം പ്ലസ് എം മൈനസ് എ എം മൈനസ് ബി എം പ്ലസ് എ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതും ക്യാൻസൽ ആവും. ഇതെന്താ വരിക ശരിക്കും, എം മൈനസ് എ ഇൻറ്റു എം മൈനസ് ബി ഈക്വൽ ടു 0. അതായത് എം ഈക്വൽ ടു എ ആൻഡ് എം വൺ ഈക്വൽ ടു എ ആൻഡ് എം ടു ഈക്വൽ ടു ബി. ഇതാണ് രണ്ട് എക്സ്പോണൻസ് വരിക. So t equal to 0 is actually a regular singular point of our differential equation. Our differential equation, regular singular point with exponents a and b, right? അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് പുതിയ ഇൻഫർമേഷൻ കിട്ടിയത്, അതിൻ്റെ മീനിങ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഈസ് ആക്ച്വലി എ റെഗുലർ സിംഗുലർ പോയിന്റ് വിത്ത് എക്സ്പോണൻസ് എ ആൻഡ് ബി ഫോർ അവർ ഇനീഷ്യൽ ഇക്വേഷൻ, അതായത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തത്തിൽ എന്ത് കിട്ടി, നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷന് 3 റെഗുലർ സിംഗുലർ പോയിന്റ്സ് കിട്ടി അല്ലേ. 0 1 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 വിത്ത് എക്സ്പോണൻ്റ് എന്തായിരുന്നു, എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 0യും 1 മൈനസ് സി ആയിരുന്നു. പിന്നെ 1 വിത്ത് എക്സ്പോണൻസ് 0 ആൻഡ് സി മൈനസ് എ മൈനസ് ബിയും. ഇപ്പം നമുക്ക് ഇൻഫിനിറ്റിയും കിട്ടി വിത്ത് എക്സ്പോണൻസ് എ ആൻഡ് ബി. ഓക്കെ, സോ that means our hypergeometric equation which we discussed has we can see that it has actually 3 regular singular points. Okay, ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ കൂടി പറയാനുണ്ട്, അതുകൂടി നോക്കാം. അതിൻ്റെ പേര് ഇതാണ്, കോൺഫ്ലുവൻറ്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ. ഓക്കെ, കോൺഫ്ലുവൻറ്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ. അത് ശരിക്കും ഈ നമ്മൾ ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസ് പോലൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം സപ്പോസ് യു ടേക്ക് അവർ ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ with the dependent variable is y and independent variable is s. Okay, ഞാൻ ജസ്റ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സിന് വരെ എസ് എടുത്തു, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇൻറ്റു എസ് ഡി വൈ ബൈ ഡി എസ് മൈനസ് എ ബി വൈ ഈക്വൽ ടു 0. ഇത് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷനാണ് അല്ലേ. ഇനി ഞാൻ നമ്മളെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അതായത് എസ്സിന് ഞാൻ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. അതായത് I replace new variable x to be some b times s. x is taken as some b times s. Okay, അങ്ങനെയെങ്കിൽ dy by ds എന്തായിരിക്കും, dy by dx into dx by ds, കാരണം x is a function of s now. So dy by dx into dx by ds, dx by ds എന്ന് പറയുമ്പം നമുക്ക് എന്താ വിത്ത് റെസ്പെക്ട് ടു എസ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബി കിട്ടും. അതായത് ബി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും നമ്മളെ ഡി വൈ ബൈ ഡി എസ്. അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എന്താ കിട്ടുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എന്താ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എന്തായി മാറും, ഡി ബൈ ഡി എസ് ഓഫ് ഡി വൈ ബൈ ഡി എസ് അല്ലേ. ഇതെന്തായി മാറും ശരിക്കും, ഇങ്ങനെ എഴുതാം. ഇത് ശരിക്കും ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എസ്. ഡി എക്സ് ബൈ ഡി എസ് ഇസ് അഗെയിൻ ബി, ഇങ്ങനെ കിട്ടും. അപ്പം എന്താ വരിക, ബി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബി, അതായത് 0 ഇൻറ്റു ബി ഹോൾ ഇൻറ്റു ബി എന്ന് വരും. അതായത് ഇവിടെ ജസ്റ്റ് ഇവിടെ ബി സ്ക്വയർ വരും, അത്രേ ഉള്ളൂ. സോ ബി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ,
ബി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ എന്ന് വരും. എങ്ങനെയെങ്കിൽ നമ്മൾ ഈ സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഏത് സംഭവങ്ങളെല്ലാം ഈ വൈ ഡാഷും നമുക്ക് കിട്ടിയ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും, ഓക്കെ, ദിസ് ഈസ് അവർ വൈ ഡാഷ് ആൻഡ് ദിസ് അവർ ന്യൂ വൈ ഡബിൾ ഡാഷ്. ഇത് രണ്ടും നമ്മളെ ഇനീഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അത് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. അതായത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ബി വൈ ഡബിൾ ഡാഷ് പ്ലസ് സി മൈനസ് എക്സ് മൈനസ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ ബി വൈ ഡാഷ് മൈനസ് എ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വൈ ഡാഷും വൈ ഡബിൾ ഡാഷൊക്കെ ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൊത്തം ഡിവൈഡ് ബൈ ഈ ടേം ചെയ്യാം. ഓക്കെ, മൊത്തം ഡിവൈഡ് ബൈ ഈ ടേം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് എക്സ് ഈക്വൽ ടു 0ഉം എക്സ് ഈക്വൽ ടു 1ഉം അതുപോലെ 1 അല്ല, എക്സ് ഈക്വൽ ടു ബി ആൻഡ് ഓൾസോ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇതെല്ലാം റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ് കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇത് നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു. ഇത് ജസ്റ്റ് നമ്മൾ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യാം, മൊത്തം ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ അല്ല, ഈ ഡിഫറൻഷ്യൽ മൊത്തം ഡിവൈഡഡ് ബൈ ഈ ടേം ചെയ്യാം. എന്നിട്ട് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ഫോമിൽ ചെയ്താൽ അവിടുന്ന് നമുക്ക് പി ഓഫ് എക്സിൻ്റെ എന്താ പറയുക ഇത് കിട്ടും, റെഗുലർ സിംഗുലർ പോയിന്റ്സ് കിട്ടും, അല്ലെങ്കിൽ സിംഗുലർ പോയിന്റ്സ് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 0 കിട്ടും, അതുപോലെ എക്സ് ഈക്വൽ ടു ബിയും കിട്ടും. പിന്നെ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒരു റെഗുലർ സിംഗുലർ പോയിന്റാണ് നമ്മൾ കാണിക്കുകയും ചെയ്തു, ജനറൽ ഒരു എന്താ പറയുക ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത വർക്ക്. ഓക്കെ, സോ വാട്ട് വി അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആർ റെഗുലർ സിംഗുലർ പോയിന്റ്സ് കിട്ടും. ഓക്കെ, of say this equation of D. ഓക്കെ, അത് ക്ലിയർ ആയില്ലെങ്കിൽ ഇത് അങ്ങനെ മാറ്റി എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞത്, അതായത് നിങ്ങൾ ഈ ഒരു ഇതിനെ കൊണ്ട് ടേമിനെ കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് സം പി ഓഫ് എക്സ് ഇൻറ്റു വൈ, അവിടെ വൈ ഡാഷ് ഉണ്ട്, പ്ലസ് സം ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ഫോമിൽ വരും. ഓക്കെ, സോ ഹിയർ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താ കിട്ടുക. ഇത് ജസ്റ്റ് ഞാൻ എൽ സി എം എടുത്തിട്ട് അവിടെ ഈ കേസിൽ എൽ സി എം എടുത്തുന്നുള്ളൂ. അപ്പം ബി ഇൻറ്റു സി മൈനസ് എക്സ് മൈനസ് എ പ്ലസ് ബി എ പ്ലസ് 1 ടൈംസ് എക്സ് ബൈ ബി എന്ന് വരും. അതവിടെ എഴുതിയത് ഇനീഷ്യലി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ജസ്റ്റ് എൽ സി എം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ മുകളിൽ ബി മൾട്ടിപ്ലൈ ചെയ്യണം, ഫുൾ ഡിവൈഡ് ബൈ ബി എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. താഴെ അതുപോലെ എങ്ങനെ മാറ്റിയത് നമുക്ക് ഈ ടേമിന്, ഈ ഒരു ടേം മാത്രം എഴുതാം ഞാൻ. അത് സി മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ ബി ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ് ബൈ ബി എന്ന് വരും. അപ്പോൾ ബി ബി ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സി മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. അപ്പോൾ നിങ്ങൾ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താവും, എക്സ് ഈക്വൽ 0 ശരിക്കും ഈ ഫംഗ്ഷൻ്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു ബി കൊടുത്താൽ എന്താവും, ഇവിടെ 0 ആവും. അപ്പം ഇത് സംതിങ് ബൈ 0 ഫോമിൽ വരും. അപ്പോൾ ഇത് വീണ്ടും നോട്ട് ഡിഫൈൻഡ് ആവും അല്ലേ. അപ്പോൾ അതൊരു സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു ബി ഇവിടെ സിംഗുലർ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ശരിക്കും ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് രണ്ട് സിംഗുലർ പോയിന്റ്സ് ആണ്, 3 സിംഗുലർ പോയിന്റ്സ് കിട്ടുന്നത്. അവിടെ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു ബിയും അതുപോലെ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇഫ് യു ടെൻഡ് ബി ടു ഇൻഫിനിറ്റി, ഓക്കെ, ഇഫ് ദാറ്റ് ഈസ് ആസ് ബി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഈ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായി മാറും, എക്സ് ഇൻറ്റു വൈ ഡബിൾ പ്രൈം പ്ലസ്
സി മൈനസ് എക്സ് ഇൻറ്റു ഈ ക്വാണ്ടിറ്റിയും സീറോയിലേക്ക് പോവും, ഇതും സീറോയിലേക്ക് പോവും. ഓക്കെ, സോ സി മൈനസ് എക്സ് വൈ പ്രൈം മൈനസ് എ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പേരുള്ളത്, അതായത് കോൺഫ്ലുവൻറ്റ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. ഓക്കെ, ദ കോൺഫ്ലുവൻറ്റ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ, ഇതിനാണ് നമ്മൾ ആ പേര് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഓൾറെഡി നമുക്കറിയാം നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻഫിനിറ്റി ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ബി ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. അപ്പം വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ആക്ച്വലി രണ്ട് സിംഗുലർ പോയിന്റ്സ്, റെഗുലർ സിംഗുലർ പോയിന്റ്സും കൂടി ദ കൊളാപ്സിങ് ഇറ്റ് ആക്ച്വലി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ആൻഡ് ദസ് ഈ കേസിൽ നമുക്കൊരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണ്. അതായത് ഇൻഫിനിറ്റി ശരിക്കും അത് ഈ ഒരു കേസ് മാത്രം കേട്ടോ, ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ രണ്ട് കേസും കൂടി മെർജ് ആവുന്ന കേസിൽ ശരിക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ ഇൻഫിനിറ്റി എന്ന പോയിന്റ് ശരിക്കും ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഇറഗുലർ സിംഗുലർ പോയിന്റ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത ടെക്നിക്ക് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ ഇൻഫിനിറ്റി ചെക്ക് ചെയ്യുക, നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടി ഈക്വൽ ടു 1/x എടുക്കുക, എന്നിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് ടി ഈക്വൽ ടു 0 ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണോ ചെക്ക് ചെയ്യുക. അതല്ലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ടി ഈക്വൽ ടു, ഈ കേസിൽ ഇൻഫിനിറ്റി ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ചെക്ക്. സോ വിത്ത് ദാറ്റ് വിൽ സ്റ്റോപ്പ് ഫോർ ടുഡേയ്സ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് നിങ്ങളുടെ എക്സസൈസ് പ്രോബ്ലം കൂടിയാണ് ശരിക്കും അത്. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന്. അപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, എക്സ് ഈക്വൽ ടു 1/t അല്ലെങ്കിൽ ടി ഈക്വൽ ടു 1/x. നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, പി ഓഫ് എക്സ് എന്നാൽ ശരിക്കും ഇവിടെ സി മൈനസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പം പി ഓഫ് 1/t എന്ന് പറയുമ്പം ഈ രീതിയിൽ വരും, സി മൈനസ് 1/t ബൈ 1/t എന്ന് വരും. അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഫോമിലാണ് നിങ്ങൾക്ക് കിട്ടാൻ തോന്നും. അപ്പോൾ ഈ ഫംഗ്ഷൻ ടി ഇൻറ്റു പി ഓഫ് ടി എന്ന സാധനം, അതായത് ടി മൈനസ് 0 ഇൻറ്റു പി ഓഫ് ടി എന്ന സാധനം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് അനലിറ്റിക് അല്ല, ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു 0 ഇസ് നോട്ട് ആൻ റെഗുലർ സിംഗുലർ പോയിന്റ്. പക്ഷേ സിംഗുലർ പോയിന്റ് ആണ്, പക്ഷേ റെഗുലർ സിംഗുലർ പോയിന്റ് അല്ല. അതുകൊണ്ട് അത് ഇറഗുലർ സിംഗുലർ പോയിന്റ് ആവും. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആവും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. Okay, so with this we'll stop for today. So remaining will continue in the next class. Okay, thank you.